ദുരന്തകാലത്തെ രക്ഷാദൌത്യങ്ങളിൽ വ്യോമസേനയുടെ ചിലവുകൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ വാദം പൊളിയുന്നു. ചിലവുകളെപ്പറ്റി പ്രതിരോധ മന്ത്രാലയം കേരളത്തെ അറിയിച്ചത് സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗം. ചിലവുകൾ ക്രമീകരിക്കുന്നത് കേന്ദ്ര വിഹിതത്തിൽ. സേനയെ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിൽ പ്രതിഷേധം ശക്തം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് വ്യോമസേനയുടെ ചിലവ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നതിൽ ഏത് രീതിയിലുള്ള ഒരു അട്ടിമറി ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? ഈ ദുരന്തകാലത്തെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 132 കോടി രൂപ വ്യോമസേനയ്ക്ക് ചെലവ് വന്ന വിവരം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സംസ്ഥാനത്തെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കുമാണ് സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ഇടത് സൈബർ ഹാൻഡിലുകളുമൊക്കെ നേതൃത്വം നൽകിയത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് സഹായമായി നൽകിയ അല്ലെങ്കിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു സഹായം നൽകിയിട്ട് അതിന് പണം ചോദിച്ചു വന്ന രീതിയിലായിരുന്നു പ്രചാരണം. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ വിശദീകരണം വന്നതോടുകൂടി ഇതെല്ലാം പൊളിഞ്ഞു വീണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ബില്ലുകൾ നൽകുന്നതും അല്ലെങ്കിൽ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നതും സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇത്തരം നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ബില്ലുകൾക്കൊന്നും സംസ്ഥാനം പണം നൽകേണ്ട ഒരു സാഹചര്യം വരാറില്ല. സാധാരണഗതിയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളിൽ ഇത് ഉൾപ്പെടുത്തി പോകുന്നതാണ് പതിവ്. അതായത് ഇപ്പോൾ കേരളത്തിന് കേന്ദ്രം സഹായം നൽകുമ്പോൾ ഈ പറയുന്ന ചെലവുകൾക്കുള്ള തുക കൂടി അതിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു രൂപ പോലും ഇക്കാര്യത്തിൽ ചെലവാക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച സേനാഭാഗങ്ങളെ പോലും സംശയത്തിന്റെ നിഴലിലാക്കി എന്നുള്ള ചോദ്യമാണ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രധാനമായും വരുന്നത്. പ്രത്യേകിച്ച് മന്ത്രിമാർ വരുന്ന ദിവസങ്ങളെല്ലാം ഈ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ രീതിയിലുള്ള വാർത്താമാധ്യമങ്ങളെ കാണുന്ന സമയത്തെല്ലാം ഈ രീതിയിലുള്ള പ്രചാരണങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയതാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു വ്യക്തതയുമായി പ്രതിരോധ മന്ത്രാലയം തന്നെ രംഗത്ത് വരുന്നത്. എന്തായാലും ഈ പറയുന്ന തുകയിൽ ഒരു രൂപ പോലും സംസ്ഥാനം നൽകേണ്ടതല്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന ചെലവുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി വരുമ്പോൾ അതിൽ ക്രമീകരിച്ച് പോകുന്നതാണ് പതിവ്. എന്നാൽ ഇത്തരത്തിൽ ബില്ലുകൾ നൽകുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിക്രമവുമാണ്. പ്രത്യേകിച്ച് സേന ചെലവാക്കുന്ന സൈനികേതര ആവശ്യങ്ങൾക്കായി ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും അത് കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ കണക്കുകൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് തന്നെ ആഭ്യന്തര ഓഡിറ്റിങ്ങിന് അതോടൊപ്പം തന്നെ പാർലമെന്ററി സമിതി തുടങ്ങിയിട്ടുള്ളവരുടെയൊക്കെ പരിശോധനകൾക്കൊക്കെ വിധേയമാക്കുന്നതാണ്. അപ്പോൾ ഇത്രയധികം പരിശോധനകൾ നടക്കുന്നതിനാൽ കൃത്യമായ കണക്കുകൾ നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ രീതിയിൽ നൽകിയ ബില്ലിനെയാണ് സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കുന്നു എന്ന രീതിയിൽ വലിയ വ്യാജ പ്രചാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നു വരുന്നത്. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.